മറ്റൊന്ന് ഒമർ ലുലുവിന്റെ കാര്യം. അതെ, ആ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇന്ന് വരികയാണ്. ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിംഗിൾ ബെഞ്ച് വിശദമായ വാദം കേൾക്കും. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഏക പ്രതിയാണ് ഒമർ. നാം ഈ ഒമർ ലുലുവിന്റെ കേസ് വരുമ്പോൾ അതിലിപ്പോ ഏത് രീതിയിലാണ് കോടതി അത് പരിഗണിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, ഒമർ ലുലുവിന് ഇതിനു മുൻപ് തന്നെ ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള തുക കെട്ടിവെക്കണമെന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒമർ ലുലുവിനെ സംബന്ധിച്ച് അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയപ്പെടേണ്ട. പക്ഷെ മറ്റൊരു കാര്യം ഒമർ ലുലു പറയുന്നത്, ഉഭയസമ്മത പ്രകാരമാണ് തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. താൻ ആരെയും നിർബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ പരാതിക്കാരിയെ താൻ നിർബന്ധിച്ചല്ല തന്നോടൊപ്പം കഴിയാൻ പറഞ്ഞത്. ഈ ഒരു സിനിമയുടെ ഭാഗമായി ഒരു 2018 താനൊരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സിനിമയുടെ ഭാഗമായി ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടു. തുടർന്ന് തങ്ങൾ ഇരുവരും പ്രണയത്തോടുകൂടി ഈ ബന്ധം മുന്നോട്ട് പോയി. ആ സമയത്ത് പല ഹോട്ടലുകളിലും പലയിടങ്ങളിലും പോയിട്ടുണ്ട്. അത് ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടുകൂടി തന്നെയാണ്. പിന്നീട് ഈ പെൺകുട്ടിയിൽ നിന്നും വളരെ പൊസസീവ്നെസ് പെൺകുട്ടി കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് തനിക്ക് പിന്നീട് ഈ പെൺകുട്ടിയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് തങ്ങൾ വേർപിരിയാനായി തീരുമാനിച്ചത്. അല്ലാതെ ഈ പെൺകുട്ടി പറയുന്നത് പോലെ ഈ ഒരു നിർബന്ധ പ്രകാരം താൻ എവിടെയും കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടില്ല. അതിനടക്കം, അതായത് തങ്ങളുടെ ചാറ്റുകൾ, ഈ തങ്ങൾ പ്രണയത്തിലായിരുന്നു അല്ലെങ്കിൽ തങ്ങൾ ഈ സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കുന്ന തെളിവുകൾ, ചാറ്റുകൾ തന്റെ പക്കലുണ്ട്. അത് വേണമെങ്കിലും കോടതിക്ക് മുന്നിൽ ഹാജരാക്കാമെന്നാണ് ഒമർ ലുലു പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത്, സിനിമയിൽ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു, അടുത്ത സിനിമയിൽ തനിക്ക് അവസരം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷെ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ പിന്നീട് തനിക്ക് അവസരമില്ല, അല്ലെങ്കിൽ അതിലൊരു അവസരമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് താൻ ഈ തന്നെ വഞ്ചിച്ചു എന്ന് തനിക്ക് മനസ്സിലായതെന്നാണ് പെൺകുട്ടി പറയുന്നത്. പക്ഷെ അവിടെ ഒമർ ലുലു പറയുന്നത്, ആ സമയത്ത് അടുത്ത സിനിമയിലും ഈ പെൺകുട്ടിയെ അഭിനയിപ്പിക്കാമെന്ന് കരുതി. പക്ഷെ ആ സമയത്തായപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപിരിയുന്ന ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ടാണ് അടുത്ത സിനിമയിലേക്ക് പെൺകുട്ടിയെ ക്ഷണിക്കാതിരുന്നത്. മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു അവസരം നൽകിയത് കൊണ്ട് ആണ് താൻ ഇതിന് സമ്മതിച്ചതെന്ന് പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തനിക്കെതിരെ എങ്ങനെയാണ് ഈ ഒരു പരാതി ഉണ്ടാകുക, അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടാകുക എന്നുകൂടി ഒമർ ലുലു ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇടക്കാല ജാമ്യം നേരത്തെ തന്നെ ഹൈക്കോടതി നൽകിയിരുന്നു. ഇന്ന് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഹർജി ഇന്ന് പരിഗണിക്കുക. എന്തായാലും ഒമർ ലുലുവിനെ സംബന്ധിച്ച് ഈ ഒരു കേസിൽ അത് ഏത് രീതിയിലായിരിക്കും ഈ കേസ്, ഈ അങ്ങനെ ഉഭയസമ്മത പ്രകാരം തന്നെയാണ് ഇവർ ബന്ധത്തിലേർപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഒമർ ലുലുവിനെതിരായിട്ടുള്ള കേസ് ഒത്തുതീർപ്പാക്കാനായിരിക്കും സാധ്യത. എന്തായാലും ഹൈക്കോടതിയാണ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വിധി പറയുക. ശരി നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇനി ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ കമന്റുകൾ നോക്കുകയായിരുന്നു അശ്വതി. PM സുനിൽ പറയുന്നു, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. വിഷയത്തിലാണെന്നുള്ളത്. അതെ, ഈ ലൈംഗിക അതിക്രമ കേസിലാണോ, സിനിമാ മേഖലയിലെ ADGPയുടെ കേസിലാണോ, അത് ഏത് കേസിലാണെന്നും കൂടി പറഞ്ഞാൽ ഒന്നും അങ്ങനെ പ്രതീക്ഷയൊന്നും കളയേണ്ടെന്നില്ല. നടക്കും, എന്തെങ്കിലുമൊക്കെ നടക്കും. നമുക്ക് അൻവർ പറയുന്ന പോലെ കാത്തിരിക്കാം. അതെ, നമുക്ക് പോരാട്ടം